അപ്പോൾ ഞങ്ങളങ്ങനെ സ്ക്വയറിൽ വന്നു. വഴിയെല്ലാം ബോർഡറിൻ്റെ അടുത്തുള്ള വഴിയാണ്, ബോർഡറിലേക്കുള്ള വഴിയാണ്. ഇന്നത്തെ യാത്രയുടെ ബാക്കിയാണ് വണ്ടിയുടെ അവസ്ഥ. ഇത് UK നിന്ന് ആയിരക്കണക്കിന് മൈലുകളും 20ഓളം രാജ്യങ്ങളും പിന്നിട്ട് കരമാർഗം കേരളത്തിൽ എത്തിച്ചേർന്ന കാറാണ് ഈ കാണുന്നത്. മലയാളികളും സാഹസികരുമായ 4 യുവാക്കളാണ് ഈ വോൾവോ കാറിലെത്തിയത്. ഇത് വെറും ഒരു സാഹസിക യാത്ര മാത്രമായിരുന്നില്ല, മനുഷ്യസ്നേഹത്തിൻ്റെ സന്ദേശവും ഈ യാത്രയുടെ പ്രത്യേകതയായിരുന്നു. ഏപ്രിൽ 14 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് ആരംഭിച്ച് മൈലുകൾ പിന്നിട്ട് 2 മാസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലെത്തിയത്. UK-യിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ബിജു മാണി, ഷോയി ചെറിയാൻ, സാബു ചാക്കോ, റിജി ജോസഫ് എന്നീ മലയാളി യുവാക്കളാണ് വോൾവോ കാർ യാത്രയിൽ പങ്കെടുക്കുന്നത്. UK-യിൽ നിന്ന് റോഡ് മാർഗം യൂറോപ്പിലേക്ക് കയറാൻ വഴിയില്ലാത്തതുകൊണ്ട് 1.5 മണിക്കൂർ കാറ് ജലമാർഗം സഞ്ചരിച്ച് ഫ്രാൻസിൻ്റെ അതിർത്തിയിൽ എത്തിച്ച ശേഷമാണ് കേരളം വരെ കാറിൽ യാത്ര തുടർന്നത്. തിരിച്ചുള്ള യാത്രയിൽ പങ്കുചേരാൻ കോതമംഗലം സ്വദേശിയായ ബോബി പോൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും വിജയകരമായാണ് കേരളം വരെ യാത്ര പൂർത്തിയാക്കിയത്. വഴിയെല്ലാം ബോർഡറിൻ്റെ അടുത്തുള്ള വഴിയാണ്, ബോർഡറിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്, നേപ്പാൾ ബോർഡറിലേക്ക് ചൈനയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ വഴിയെല്ലാം പോയി കിടക്കുകയാണ്. അരിയോഹര സർവനാശമായി. മുകളിൽ ആ കാണുന്നതാണ് വഴി, അത് ബ്ലോക്ക് ചെയ്തിട്ട് താഴെ പണി നടക്കുകയാണ്. അരിയോഹര സ്വാമിയേ ശരണമയ്യപ്പ. മനുഷ്യസ്നേഹവും സമൂഹത്തിനുള്ള പ്രതിബദ്ധതയും വഴി സന്ദേശമായി മാറിയ ഈ യാത്ര ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനമായി മാറുന്ന കാര്യത്തിൽ സംശയമില്ല. മാഞ്ചസ്റ്ററിലുള്ള ക്രിസ്റ്റി ക്യാൻസർ ആശുപത്രിക്ക് വേണ്ടി ചാരിറ്റി ഫണ്ട് സ്വരൂപിക്കുന്നതിനും അതോടൊപ്പം ഒരു ഹോളിഡേ ട്രിപ്പുമാണ് ഈ കാർ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സംഘാംഗങ്ങളായ ഷോയി ചെറിയാനും സാബു ചാക്കോയും പറഞ്ഞു. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഏപ്രിൽ 14 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നിവിടെ എത്തി. ഇന്ന് ഞങ്ങളുടെ 62ാം ദിവസമാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് 22 രാജ്യങ്ങൾ കറങ്ങി, 20 രാജ്യങ്ങളിൽ താമസിച്ച്, അതിൽ കൂടുതൽ ചൈനയിൽ 17 ദിവസം നിന്ന് വളരെ സന്തോഷകരമായി ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് 22 രാജ്യങ്ങളിൽ താമസിച്ച് കൂടെ വണ്ടി ട്രാവൽ ചെയ്ത് 20 രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റി. ഈ വഴിയെല്ലാം ഞങ്ങളൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിട്ട് ഞങ്ങൾ ഈ 4 പേര് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ, ഒരു വഴക്കോ പരിഭവവും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ എത്തി. ഇന്നത്തെ വഴികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഒരു 3-4 കിലോമീറ്റർ ശേഷം ഓരോ ടണലാണ്. അതായത് കംപ്ലീറ്റ് മലയിടുക്കുകളാണ് ചുറ്റുമുറം മുഴുവൻ. ഓരോ മലയ്ക്ക് ശേഷം ഓരോ മല നമ്മൾ ക്രോസ് ചെയ്താണ് പോകുന്നത്. ഇതുപോലെയുള്ള ടണൽ എപ്പോഴും എവറി 3-4 കിലോമീറ്റർ ശേഷം ഉണ്ട്. ഇങ്ങനെ ഒരു വഴി ഇതുവരെ ഞങ്ങൾ പാസ് ചെയ്തിട്ടില്ല. ടണലുണ്ട്, പക്ഷെ അത് കുറേ കിലോമീറ്റേഴ്സ് പോയി കഴിയുമ്പോഴാണ് സാധാരണ കാണാറ്. ഇതുപോലെ മുട്ടിന് ഉണ്ടാകാറില്ല. അപ്പം അത്രയ്ക്കൊരു മല പ്രദേശത്തോടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇപ്പം ഒരു ടണൽ കഴിഞ്ഞു, അടുത്ത ടണൽ അങ്ങ് ആ മലയുടെ കൂടെ വീണ്ടും വരുന്നുണ്ട്. ഇത് ചുറ്റും വലിയ മലകളാണ്, വലിയ മല. ഇത് ഞങ്ങൾ പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം മാഞ്ചസ്റ്ററിലുള്ള ക്രിസ്റ്റി ചാരിറ്റി ക്യാൻസർ ഹോസ്പിറ്റലിലെ ചാരിറ്റി ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് ഞങ്ങളുടെ ഒരു വളരെ എക്സ്പെൻസീവ് ആയ ഒരു ഹോളിഡേ ആയിട്ട് ഞങ്ങൾ കണക്കാക്കി. അങ്ങനെ ഞങ്ങളിവിടെ സന്തോഷത്തോടെ എത്തി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാബു ചാക്കോ. ഞങ്ങൾ 4 പേര്, ഷോയി ചെറിയാൻ, റജീത് തോമസ്, ബിജു പി മാണി. ഞങ്ങൾ ഇക്കഴിഞ്ഞ ഏപ്രിൽ 14 മാഞ്ചസ്റ്ററിൽ നിന്നും ഏകദേശം 20 രാജ്യങ്ങൾ കടന്നാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. UK-യിൽ നിന്നും റോഡ് മാർഗം യൂറോപ്പിലോട്ട് കയറാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു അതിരായ ഡോവറിൽ നിന്നും ഫെറിക്ക് കാറ് കയറ്റി 1.5 മണിക്കൂർ കടലിലൂടെ സഞ്ചരിച്ച് ഫ്രാൻസിൻ്റെ അതിർത്തിയിൽ എത്തുകയും അവിടെ നിന്ന് നമ്മുടെ ഈ കൊച്ചു കേരളം വരെ റോഡ് മാർഗം എത്തുകയും ചെയ്തു.
ഇതൊരു റൗണ്ട് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വേറെ 3 പേര് കൂടെ തിരിച്ച് യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട്. 2 പേര് ഓൾറെഡി കൺഫേംഡ് ആണ്. ഒരാൾ ഇപ്പോൾ കോതമംഗലത്തുള്ള ബോബി പോൾ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 20,000 കിലോമീറ്റർ കൂടെ എക്സ്ട്രാ ഓടി തിരിച്ച് മാഞ്ചസ്റ്ററിൽ വരുന്ന ഓഗസ്റ്റോടുകൂടി ഈ യാത്ര എത്തിച്ചേരുന്നതായിരിക്കും.